എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് സൗദികളുടെ ഈ അവധിക്കാല സത്രമായ ഇസ്തിറാഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവധികളൊക്കെ ചെലവഴിക്കാൻ വേണ്ടി സൗദികൾ നിർമ്മിച്ചിട്ടുള്ള ചെറിയ വീടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ കുറച്ച് ഡെക്കോർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ സെറ്റ് ചെയ്തതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് സിമൻറ്റിൽ ചെയ്തെടുത്ത മരക്കുറ്റികളാണ്. നമ്മൾ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് അതിൽ സിമൻറ്റ് വെച്ച് ഇതേപോലെ റൗണ്ടിൽ പ്ലാസ്റ്റർ ചെയ്ത് എടുത്തതിന് ശേഷം ഇതേപോലെ ഈ രൂപത്തിലാക്കി എടുത്തിട്ട് തടിയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കളർ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ പ്ലാന്റർ ബോക്സ് എടുക്കാൻ വേണ്ടി ഇതേപോലുള്ള പ്ലാസ്റ്റിക് ചെടികൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ 1.5 ലിറ്ററിൻ്റെ വെള്ളം ബോട്ടിലുണ്ടല്ലോ, ആ വെള്ളം ബോട്ടിൽ നമ്മളിതേപോലെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് സിമൻറ്റ് നിറച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ആ പ്ലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ടെറാക്കോട്ടയുടെ കളർ അടിക്കുകയായിരുന്നു ഇത്. അപ്പോൾ എന്നിട്ട് ഇത് പ്ലാന്റർ ബോക്സിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇതിനകത്ത് ഇതേപോലെ മെറ്റൽ ചിപ്സ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിതറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ നമ്മുടെ വെള്ളാരം കല്ലുകൾ ഇത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, ഗാർഡൻ സ്റ്റോണായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിനെ നമ്മൾ ഇതിനിടയിൽ നന്നായിട്ട് പാകി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ചെടികളെ പറ്റുള്ളൂ. ഈ ഒറിജിനൽ ഫൗണ്ടൻ അത് റെഡിമെയ്ഡ് വാങ്ങിയതാണ്. അത് നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞും ഒക്കെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതിനെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു. അതിന് താഴെ കാണുന്ന ആ വലിയ മരക്കുറ്റി അത് നമ്മൾ സിമെൻറ്റിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്തരമൊരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ ആഴ്ചയൊരിക്കൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ എന്നും വെള്ളം നനയ്ക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ കാണുന്ന ഈ മുള നമ്മൾ വരച്ചതാണ്. ഗാർഡന് ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്ത ഒരു വർക്കാണ്. ഇതൊരു ടെൻറ്റിൻ്റെ അടിയിലായതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിചാരം. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ദൂരക്കാഴ്ചയിലും ഫോട്ടോയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഒറിജിനലാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറുകോണിലും ഇതേപോലെ ഇതും നമ്മൾ വരച്ചതാണ്. ഈ യെല്ലോ ബാമ്പു വരച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ആകെയുള്ള ദൂരക്കാഴ്ച ഇങ്ങനെയാണ്. ഉണ്ടോ, ഇവിടെ ഒരു 7-8 പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഔട്ട്ഡോർ ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവധിക്കാലം ഇവരിവിടെ ബാർബിക്യൂം അതൊക്കെ വെച്ച് ആഘോഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കല്ലുകളാണ് നമ്മുടെ വെള്ളാരം കല്ലുകളാണ്. അപ്പോൾ ഈ കല്ലുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറക്കി ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ആദ്യം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. വെറുതെ ഈ പ്ലാന്റർ ബോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണിൻ്റെ പുറത്ത് വയ്ക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വലിയ പോട്ടിലാക്കിയിട്ട് ഇത് മണ്ണിൽ പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ട് കാണാത്ത രീതിയിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെടിക്ക് പൊക്കം കുറവായിട്ട് തോന്നും. ഒന്നാമത് ഈ ചെടിയുടെ തണ്ട് ഹൈറ്റ് കുറവാണ് പ്ലാസ്റ്റിക്കിൻ്റെത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പോട്ടിൽ ഇത് ഊന്നി വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഹൈറ്റ് കുറയും. അതുകൊണ്ടാണ് ഈ പോട്ട് ഇച്ചിരി മുകളിലോ ആക്കി വെച്ച് ഈ മണൽ ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ഈ പോട്ട് മുകളിൽ കാണുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കല്ല് നിരത്തിയതിന് ശേഷമുള്ള കാഴ്ചയാണിത്. ദൂരക്കാഴ്ചയിൽ വളരെ മനോഹരമാണ് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പം കുറച്ചും കൂടി മനോഹരമാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ബാക്ക് യാർഡിലോ ഫ്രണ്ട് യാർഡിലോ ഒക്കെ ഇങ്ങനെയുള്ള ചെറിയ ഗാർഡൻ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാം. ഇതിൽ പ്രത്യേകിച്ച് പരിപാലനം ഒന്നും വേണ്ട. പിന്നെ ഈ ഫൗണ്ടനിൽ ഇപ്പോൾ ഞാൻ ഈ ചെടിയുടെ ലീവ്സൊക്കെ ഇത് ഗ്ലൂ വെച്ചിട്ട് ഫെവിക്വിക്ക് പോലത്തെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ്. ചെറിയ അലങ്കാരപ്പണി അല്ല, വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഒരു ഒറിജിനൽ ഗാർഡൻ ഒരുക്കുന്നതിനേക്കാളും
ചിലവ് കുറച്ച രീതിയിൽ കൂടുതൽ ദീർഘകാലം ഒരേപോലെ നിൽക്കുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വീഡിയോയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. ഇതേപോലൊരു ടെൻറ്റിനടിയിലായതുകൊണ്ട് ഡയറക്റ്റ് വെയിൽ അടിക്കത്തില്ല. ഇത് ദീർഘനാൾ നിലനിൽക്കും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇഷ്ടമുള്ളവർ ഒരു ലൈക്കും ഒരു ഷെയറും തരിക. നന്ദി, നമസ്കാരം.